ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിലേക്കാണ്. എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും ഹിൽ പാലസിനെ കുറിച്ച്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് പോലുള്ള പല സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് ഹിൽ പാലസ്. അപ്പോൾ നമുക്ക് ഹിൽ പാലസിലുള്ള വിശേഷങ്ങൾ കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. 1865 കൊച്ചി രാജാവ് രാമവർമ്മ 14 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവയും ഇവിടെയുണ്ട്. 1991 മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇവിടെ 11 ഗ്യാലറികളാണുള്ളത്. കൊച്ചി മഹാരാജാവും രാജകുടുംബ അംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതനമായ ശിലാഫലകങ്ങൾ, നാണയങ്ങൾ, ആഭരണങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയ ഒട്ടനവധി വസ്തുക്കൾ ഇവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എറണാകുളത്തു നിന്നും വെറും 14 കിലോമീറ്റർ മാത്രം അകലെയാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യും. ഹിൽ പാലസ് ഒരൊറ്റ കെട്ടിടം മാത്രമല്ല, നിരവധി കെട്ടിടങ്ങൾ, ഉദ്യാനങ്ങൾ, വിശാലമായ മുറ്റങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന വലിയ കൊട്ടാര സമുച്ചയമാണ്. കേരളീയ വാസ്തുവിദ്യയുടെയും മറ്റു വാസ്തുവിദ്യാ ശൈലികളുടെയും സ്വാധീനം നമുക്കിവിടെ കാണാനായി സാധിക്കും. ഇന്ന് ചരിത്രം, കല, വാസ്തുവിദ്യ, പുരാവസ്തുക്കൾ എന്നിവ പഠിക്കാനും കാണാനും കഴിയുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഹിൽ പാലസ് മാറിയിട്ടുണ്ട്. കൊച്ചി രാജകുടുംബത്തിൻ്റെ ഭരണകാലം അവസാനിച്ചതിനു ശേഷം ഹിൽ പാലസിൻ്റെ ചരിത്ര പ്രാധാന്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത് മ്യൂസിയമായി വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇന്നിത് കേരള പുരാവസ്തു വകുപ്പിൻ്റെ പ്രധാന മ്യൂസിയങ്ങളിൽ ഒന്നാണ്. തൃപ്പൂണിത്തുറയിലെ ഒരു കുന്നിൻ പ്രദേശത്താണ് കൊട്ടാരം സ്ഥാപിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഇതിന് ഹിൽ പാലസ് എന്ന പേര് വന്നത്. ഹിൽ പാലസിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.